വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു. 40 കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബജറ്റ് ബുക്കിന്റെ പ്രകാശനം നടന്നു. തുടർന്ന് വൈസ് പ്രസിഡന്റ് ജോയി പൂണേലിൽ ബജറ്റ് അവതരിപ്പിച്ചു. നമ്മൾ അതുവരെ സഞ്ചരിക്കുന്ന ആശുപത്രി ഈ പഞ്ചായത്തിലെ മാതൃകാപരമായ ഒരു പ്രോജക്റ്റാണ് സഞ്ചരിക്കുന്ന ആശുപത്രി. അത് വളരെ ഭംഗിയായിട്ട് ഒന്നും കൂടി നല്ല രീതിയിലാക്കി അത് വളർത്തിയെടുത്ത് അത് ആളുകളുടെ അടുത്തേക്ക് സേവനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള മുൻഗണന കൊടുത്ത് കഴിഞ്ഞ ഭരണസമിതി കൊടുത്ത് അതിനെ അതേമാതിരി തന്നെ ഈ തവണയും കൂടുതലായിട്ട് അതിന് ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആ സംവിധാനം നന്നായിട്ടാക്കാനും പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കിടപ്പ് രോഗികൾക്കുള്ള സൗകര്യങ്ങൾ അവർക്കുള്ള ഉപകരണങ്ങൾ ഇന്ന് നിത്യേന എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് എന്ത് സംഭവിച്ചാലും ആദ്യം പഞ്ചായത്ത് മെമ്പർമാർ വിളിക്കാൻ അവർക്ക് അതിനുള്ള ഉപകരണങ്ങൾ എന്നുവെച്ചാൽ വീൽ ചെയർ അടക്കം അതിന് വേണ്ട കിടക്കാനുള്ള കിടക്ക അതിന് ബെഡ് അത് കട്ടിൽ ഇതൊക്കെ ജനങ്ങൾ ഓക്സിജൻ സിലിണ്ടർ അടക്കം ജനങ്ങൾ നിരന്തരം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്താണ് ആകെ ഒരു ആശ്രയം എന്നുള്ള ഒരു സമീപനത്തിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾ എന്തെല്ലാം പദ്ധതി പറ്റുമോ അത് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് സമഗ്രമായ ഒരു വികസനമാണ് രായമംഗലത്ത് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ആണ് നമ്മൾ പ്രതീക്ഷിച്ച് കൊണ്ടിരിക്കുന്നത്. സമഗ്ര ആരോഗ്യ പദ്ധതികൾക്കായി 80 ലക്ഷം രൂപയും പാർപ്പിട നിർമ്മാണവും പുനരുദ്ധാരണവും 1,50 ലക്ഷം, വയോജനം ഭിന്നശേഷി ക്ഷേമം 55 ലക്ഷം, റോഡ് ആസ്തികളുടെ പരിപാലനം 4,48 ലക്ഷം രൂപ, കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം 1,10 ലക്ഷം, പശ്ചാത്തല മേഖലാ വികസനം 1,50 ലക്ഷം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ഇന്നിവിടെ നടന്നത്. ആ ബഡ്ജറ്റിനോടനുബന്ധിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. നമുക്കറിയാം, ഓരോ വർഷത്തെയും പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത വർഷം ചെയ്യുന്ന പദ്ധതികളുടെ ഫണ്ടുകൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് അത് മിച്ച ബഡ്ജറ്റാണോ നമുക്ക് കമ്മി ബഡ്ജറ്റാണോ എന്ന് നോക്കി സന്തുലനം ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് ഏതൊരു തുടക്കം പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടും പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം എല്ലാവർക്കും നമുക്ക് അപേക്ഷിച്ചവർക്ക് എല്ലാവർക്കും വീട് കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയും വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതും വൃദ്ധർ വികലാംഗർ അതുപോലെ തന്നെ പാലിയേറ്റീവ് രംഗത്തും അവരുടെ ആതുര സേവന രംഗത്തുള്ള സേവനവും ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് ഒരു യൂണിറ്റ് കൂടി തുടങ്ങിക്കൊണ്ട് രോഗികൾ ഒത്തിരിയേറെ പേർ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് രോഗികൾ നമ്മുടെ രായമംഗലം പഞ്ചായത്തിൻ്റെ പരിധിയിൽ വന്നതുകൊണ്ട് ഒരു യൂണിറ്റാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു യൂണിറ്റ് കൂടി പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആളുകളുടെ അടുത്ത് ചെന്നൊരു സാന്ത്വന പരിചരണം നടത്തുന്നതിന് കൂടിയുള്ള പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ടും സേവന മനോഭാവത്തോടു കൂടിയും ഉൽപാദന മേഖലയിലും ക്ഷീരമേഖലയിലുള്ള കർഷകരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം കൂടി ഈ ബഡ്ജറ്റിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും SC കുടുംബങ്ങളുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ലഭിച്ച ഫണ്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ജനമൈത്രി ജനങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിനുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഗ്രാമങ്ങളിലൂടെ ഇറങ്ങിച്ചെന്ന് ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇന്നത്തെ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത്. 40,76,23,506 രൂപ വരവും 37,10,35,894 രൂപ ചിലവും 3,65,87,612 രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹണി എൽദോസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐസക് മാത്യു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി പൗലോസ്, വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രായമംഗലം.